എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്. ശരിക്കും നമ്മുടെ ഉള്ളിലെ സോൾ എന്താണ്? നമുക്ക് ഈ നിഴൽ കാണുന്നില്ലേ മുമ്പിൽ? ഇതെൻ്റെ നിഴലാണ്. ഇത് ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്. അല്ലെങ്കിൽ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളല്ലാതെ നമ്മുടെ ബോഡിയെ നിയന്ത്രിക്കാൻ വേറെ ആരുമില്ല. ഭക്ഷണം കഴിക്കുന്നു, ഞാൻ തന്നെ ഭക്ഷണം എടുത്ത് കഴിക്കണം. വെള്ളം ഞാൻ തന്നെ കുടിക്കണം. ഞാൻ തന്നെ ഉറങ്ങാനുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകണം, ഇല്ലേ? എല്ലാം ഞാൻ എൻ്റെ കൺട്രോളിലാണുള്ളത്. ഓടുന്നു, ചാടുന്നു, എല്ലാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എല്ലാം നിയന്ത്രിക്കുന്നത് നമ്മൾ മാത്രമാണോ? അല്ല. നമ്മളിപ്പോൾ വെള്ളം കുടിക്കുന്നു, ഓക്കെ, ഭക്ഷണം കഴിക്കുന്നു, അത്രമാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ. ബാക്കി അതിൻ്റെ ഉള്ളിൽ അത് ആ വെള്ളമായതിനു ശേഷം ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യുകയും അതിനെ ചെറിയ ചെറിയ മോളിക്യൂൾസാക്കി മാറ്റി അതിൻ്റെ വിറ്റാമിൻസൊക്കെ വേർതിരിച്ച് വിറ്റാമിൻസ് അതിൻ്റെതായ സെക്ഷനിലേക്ക് അയച്ച് വേസ്റ്റായ വെള്ളം യൂറിനേറ്റ് ചെയ്ത് മിനറൽസൊക്കെ നമ്മുടെ ശരീരത്തിൽ പോഷിപ്പിച്ച് എല്ലാം നമ്മൾ ചെയ്യുന്നില്ലേ? അത് നമ്മുടെ കൺട്രോളിലാണോ? അല്ല. അതപ്പോൾ ആരാണ് നിയന്ത്രിക്കുന്നത്? കറക്റ്റായിട്ട് അത് ഡൈജസ്റ്റ് സിസ്റ്റം പോവുകയും കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യുകയും കറക്റ്റായിട്ട് കെമിക്കൽസൊക്കെ മിക്സ് ചെയ്യുകയും ഒക്കെ അത് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. നമ്മളാകെ ചെയ്യുന്നത് ഇൻപുട്ട് കൊടുക്കുക, വെള്ളം വയറിലേക്ക് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അത് മാത്രമേ ശ്വസിക്കുക, ഇത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ബാക്കി അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആരാണ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ നമുക്കറിയാം ഒരു ജീവനുണ്ട്. ആ ജീവനുള്ളതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നതൊക്കെ. ആ ജീവന് പോലും അറിയില്ല അതിൻ്റെ ഉള്ളിൽ എങ്ങനെ മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മുറിവ് തന്നെത്താൻ ഉണങ്ങുന്നു, അതന്നെ അത് കൈകാര്യം ചെയ്യുന്നു, തൊലിയൊക്കെ ശരിക്കുമാക്കി അത് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഇതാരാണ് ചെയ്യുന്നത്? അത് എന്തുകൊണ്ട് നമുക്കറിയുന്നില്ല? നമുക്കറിഞ്ഞിരുന്നെങ്കിൽ ആ പ്രവർത്തനം നമുക്ക് നിയന്ത്രിക്കായിരുന്നു. അയ്യോ, ഇത്ര മതി ശരീരത്തിന്, ഇതൊക്കെ ബാക്കിയൊക്കെ വേസ്റ്റായി പോട്ടെ, വേഗം മുറിവ് വന്നിട്ടുണ്ട്, വേഗം ഉണങ്ങേണ്ട പരിപാടിയാക്കും, നമുക്കിനി ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. പക്ഷെ നമുക്ക് പറ്റുന്നില്ല. നമുക്ക് പറ്റുന്നത് ആ ബാൻഡേജ് ഇടുക, അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നേച്ചർ, നമ്മുടെ ശരീരം തന്നെ അതെല്ലാം ശരിയാക്കി എടുക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. അതാരാണ്? അതൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇന്നത് നിയന്ത്രിക്കൂ, ഇന്നത് ഭക്ഷണം കഴിക്കൂ, ഇങ്ങനെ ഡൈജസ്റ്റ് ചെയ്യൂ, ഭയങ്കര ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ കുറച്ചും കൂടി ക്രഷ് ചെയ്യൂ, അല്ലെങ്കിൽ അതെന്താ ചെയ്യുക. അങ്ങനെ നമ്മുടെ ബോഡി തന്നെ ചെയ്യുന്നുണ്ട്. ബോഡി ചെയ്യണമെങ്കിൽ ബോഡീന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണ്ടേ? അല്ലേ? നടക്കണമെങ്കിൽ നമ്മൾ കാലിനോട് ഇൻസ്ട്രക്ട് ചെയ്യണം, നടക്കൂ. അതേപോലെ ബോഡീൻ്റെ ഉള്ളിൽ ഇൻസ്ട്രക്ഷൻ ചെയ്യണം, പാൻക്രിയാസിന് വർക്ക് ചെയ്യും, ഡൈജസ്റ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നെല്ലാം മുന്നേ. അപ്പോൾ അത് ആരാണ് ചെയ്യുന്നത്? ജീവൻ തന്നെയാണോ? ജീവൻ തന്നെയാണെങ്കിൽ അതൊരു ഭയങ്കര കഴിവ് തന്നെയാണ്. കാരണം ആ പ്രവർത്തനം നമ്മളെ മനസ്സിനെ അറിയിക്കുന്നത്. നമ്മളെ മനസ്സിനെ അറിയിച്ചാൽ മാത്രമേ നമുക്കത് ബോധ്യപ്പെടൂ. എന്ത് നടക്കുന്നത് നമ്മുടെ മനസ്സിനെ അറിയിക്കണം, നമ്മൾ നടക്കുകയാണ്, അല്ലേ? അപ്പോൾ ഉള്ളിൽ പാൻക്രിയാസിൻ്റെതും ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ പ്രവർത്തനം നടത്തുന്നത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ നമ്മൾ അറിയുന്നില്ല. എന്നാൽ അത് കറക്റ്റായിട്ട് എല്ലാം മോണിറ്റർ ചെയ്ത് കറക്റ്റായിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. അതിന് പറ്റാത്ത വരുമ്പോഴാണ് നമുക്കതിന് ഇൻസ്ട്രക്ഷൻ, നമ്മുടെ മെയിൻ ബോഡിയിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ഇത് നമ്മളെ കൊണ്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പനീൻ്റെ രൂപത്തിൽ നമുക്കത് തിരിയും, വേദനയുടെ രൂപത്തിൽ നമുക്കത് മനസ്സിലാവും. അപ്പം വേദനയുടെ രൂപത്തിൽ നമുക്കത് മനസ്സിലാവുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും? ഒപ്പം ഡോക്ടറെ അടുത്ത് പോകുന്നു, മരുന്ന് വാങ്ങിക്കുന്നു. ആ മരുന്നും എങ്ങനെ ഡൈജസ്റ്റ് ചെയ്യണം, ആ മരുന്ന് ഉപയോഗിച്ച് എങ്ങനെ ഇത് ശരിയാക്കണമെന്നും ഉള്ളിനുള്ളിൽ ഒരാൾ തീരുമാനിക്കുന്നുണ്ട്. ഒരാളെന്നല്ല, ഒരു ജീവൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി അതിനുള്ളിലുണ്ട്. അതിനെ നമുക്ക് സോൾ, ആത്മാവെന്നും അതിനെ ജീവനെന്നും പറയാം. സോളില്ലാന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ നിങ്ങൾക്ക് പിന്നെ എന്ത് കൺട്രോൾ ചെയ്യാനാണ് പറ്റുക? പിന്നെ അതില്ല എന്ന് പറയാൻ, നമ്മളത് കാണുന്നില്ല. ഈ ജീവൻ ഉള്ളിൽ ഈ പ്രവർത്തനം നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല, ഇല്ലേ? അപ്പം അതിൻ്റെ ഉള്ളിൽ ആരും ചെയ്യുന്നില്ല എന്നുള്ള, ഉള്ളിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിയുന്നില്ല എന്ന് കരുതിയിട്ട് അതില്ല എന്ന് പറയാൻ പറ്റില്ല. അത് തന്നെയാണ് ഈ ആത്മാവിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. നമ്മുടെ ബോഡിയിനുള്ളിൽ നമ്മളറിയാതെ നമ്മളെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ
ഇതിന് ആത്മാവ്, അതാണ് സോൾ, അല്ലെങ്കിൽ ജീവൻ തന്നെ, അതിൻ്റെതായ പേരുണ്ട്, അതാണ്. അപ്പോൾ അതൊരു വലിയൊരു സംഭവമല്ലേ. ഇതിലിപ്പോൾ ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താ ആത്മാവും ആത്മാവില്ലാത്തതും. ഇനിയിപ്പോൾ ഇത് ആത്മാവല്ല, അത് ഓട്ടോമാറ്റിക്കലി ബോഡി ചെയ്യുന്നതാണ്, എന്നാലും അതിനൊരു ഒരു ഇൻസ്ട്രക്ഷൻ നൽകണം. മെഷീൻ പ്രവർത്തിക്കുമ്പോഴെങ്കിൽ ഓരോ ഇപ്പോൾ കമ്പ്യൂട്ടർ നോക്കിക്കഴിഞ്ഞാൽ വയറ് ഒരു സിഗ്നൽ കൂട്ടി, നമ്മൾ കമ്പ്യൂട്ടർ വേണ്ട, നമ്മൾ വണ്ടി കാറ് ആക്സിലേറ്റർ കൂട്ടുമ്പോഴാണ് ഇൻസ്ട്രക്ഷൻ നൽകുന്നത്. ആക്സിലേറ്റർ കൂട്ടാനുള്ള ഇൻസ്ട്രക്ഷൻ നൽകണം. ആര് നൽകുന്നു? നമ്മളൊന്നും നൽകുന്നില്ല. നമ്മളാകെ വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ബാക്കി കംപ്ലീറ്റും നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നില്ല. അപ്പം പിന്നെ അതാണ് ഏറ്റവും വലിയ നമുക്ക് ഒരു അത്ഭുതം. ആരാണ് ഈ ഇൻസ്ട്രക്ഷൻ നൽകുന്നത്? നമ്മുടെ ജീവൻ ആണോ ആത്മാവാണോ? രണ്ടും ഒന്നാണോ? അതോ രണ്ടും ഒന്നാണെങ്കിൽ അത് അത്ഭുത കഴിവാണ് അതിൻ്റെത്. മനസ്സറിയാതെ അതിന് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആത്മാവോ ആ ജീവനോ രണ്ടും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ രണ്ടും ഒന്നാണോ അറിയില്ല. ഉള്ളിൽ നമ്മളറിയാത്തൊരു സംഭവമുണ്ട്. ഇത് നമുക്ക് സയൻറ്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ട് നമ്മൾ കാണുന്നില്ല. അത് ഇപ്പോൾ ഈ പറയുന്നുണ്ട് ജീവനെ സയൻസ് കണ്ടുപിടിച്ച്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സയൻസ് എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് സയൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാത്തൊരു സാധനത്തിനെ നമ്മൾ ഇതേ ഭൂമിയിലെ സാധനങ്ങൾ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അതായത് ഏത് മെഷീനായാലും ഈ ഭൂമിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് മെഷീൻ ഉണ്ടാക്കിയത്. അല്ലാതെ വേറൊരു ലോകത്തു നിന്നും കൊണ്ടുവന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതല്ല ഈ മെഷീൻസ്, ഈ കെമിക്കൽസും പലതും എല്ലാം ഇവിടെ നിന്ന് ഉണ്ടാക്കിയത് തന്നെയാണ്. മനുഷ്യൻ കണ്ടുപിടിച്ചപ്പോൾ അതിന് സയൻസ് എന്നൊരു പേര് നൽകി. സയൻസ് എന്ന് പറയുന്നത് എന്നാ പറയുക, ദൈവികമില്ലായ്മയല്ല, ദൈവത്തിനെ കണ്ടുപിടിക്കുന്ന ഒരു സാധനം തന്നെയാണ് സയൻസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇത്. കാരണം പലതും കണ്ടുപിടിക്കുമ്പോൾ അതൊക്കെ ഓൾറെഡി ഈ ഭൂമിയിലുള്ളത് തന്നെയാണ്. ഈ പ്രതിഭാസങ്ങളൊക്കെ ഈ ശക്തിയും എല്ലാം ഇതിനുള്ളിലുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബോഡീനുള്ളിൽ ഒരു ആത്മാവുണ്ട്. അത് കംപ്ലീറ്റ് നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട്. അത് പോകുമ്പോൾ നിശ്ചലമാവുന്നു. ജീവനും ആത്മാവും എല്ലാം ഒന്ന് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടായിരിക്കാം. എന്തായാലും അതിനുള്ളിൽ നമ്മളറിയാത്ത ഒരു ശക്തി ഉണ്ട്. അതാണ് ആത്മാവ് എന്ന് പറയുന്നത്. അതായിരിക്കണം. അതൊരു വലിയൊരു ഇല്ലാത്തൊരു ഇതുതന്നെയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഭ്രാന്തൻ ചിന്തകൾ തീർന്നു. ഇനി അടുത്ത അധ്യായം.